വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യം. ഇതിപ്പോൾ ആരാണ് എന്നെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഇത് വാർത്ത ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആരെക്കുറിച്ചാണ് ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അടുത്തിടെ ജയിച്ചു വന്ന MLA എന്ന് എല്ലാവർക്കും അറിയാം, നേരത്തെ തന്നെ അറിയാം. ഇപ്പോൾ ഈ കാര്യം പറഞ്ഞതോട് കൂടിയിട്ട് എല്ലാവർക്കും അറിയാം. പിന്നെ അവർ പേര് ഞാൻ പറയേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തതിനെ ആദരിച്ചുകൊണ്ട് നമ്മളും ആ പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു നിലപാടാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഹർഷൻ പറഞ്ഞതുപോലെ ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണല്ലോ. അതായത് ഇതാദ്യം ഇങ്ങനെയൊരു സംഗതി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ മനുഷ്യർക്ക് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുണ്ടാകും, അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് തുടക്കത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞതായിട്ടൊക്കെ കേട്ടത്. പക്ഷേ പിന്നീട് ഇത് വളരെ ഗൗരവതരമായി മാറുന്നു എന്ന ചർച്ച പലയിടത്തു നിന്നായിട്ട് വന്നു. ഇപ്പോൾ ഇവർ വന്ന് പറഞ്ഞതോടുകൂടി പക്ഷേ നമ്മൾ ഇതിനെപ്പറ്റി കരുതിയിരുന്നതെല്ലാം, ഈ സംഭവത്തെപ്പറ്റി കരുതിയിരുന്നതിനേക്കാളൊക്കെ വളരെ വലുതാണല്ലോ ഈ സംഭവം എന്ന് തോന്നലുണ്ടാകുന്നു. ഒന്ന്, ആ പ്രസ്ഥാനത്തിനകത്തെ പല നേതാക്കളുടെയും ഭാര്യമാരോട് പിന്നെ പെൺമക്കളോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുക. ഈ റിനി തന്നെ ചെന്നിട്ട് പലരോടും പരാതി പറയുമ്പോൾ അവർ ഹൂ കേസ് എന്നുള്ള നിലപാടെടുക്കുക. അപ്പോൾ ഇത്ര മോശമായിട്ടൊരു ജനപ്രതിനിധി എന്താണ് ഉണ്ടാകുന്നത് ഹർഷൻ? അതായത് 140 മണ്ഡലങ്ങളാണ്, 3.25 കോടി ജനത ഉള്ള കേരളത്തിലുള്ളത്. 140 മണ്ഡലങ്ങളാണ് ആകെ, അത്ര MLA-മാരുള്ളത്. അപ്പോൾ അധികാരം എന്നത് അതിശക്തമായുള്ള വലിയ പവറാണുള്ളത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമീപകാലത്തൊക്കെ ഉള്ള സ്ഥലത്തൊക്കെയാണ് ഈ നേതാവൊക്കെ ഉള്ളത്. അവിടെയൊക്കെ എത്ര ആളുകൾ ചേർന്നാണ് ഒരു നേതാവിനെ അവരുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എത്ര വലിയ പവറാണത്. അപ്പോൾ ഈ ഇത്രയും വലിയ അധികാരം വെച്ചുകൊണ്ട് ഒരാൾ, അതും ഇത്രയും ചെറുപ്പക്കാരനായിട്ടുള്ള ആളുകൾ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാർ ആദർശത്താൽ പ്രചോദിതരായിരിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കുക. അതിപ്പോൾ ഏത് പാർട്ടിക്കാണെങ്കിലും അവരവരുടേതായ ആദർശത്താൽ പ്രചോദിതരായിരിക്കും. ഇപ്പോൾ ഓരോ പ്രസ്ഥാനങ്ങൾക്കും അവരവരുടേതായ ആദർശം ഉണ്ട്. മനുഷ്യരോട് പെരുമാറുന്നതിൽ അവരുടെ അന്തസ്സിനെ മാനിക്കണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ അന്തസ്സിനെ മാനിക്കുക. മുന്നിൽ വന്ന് നിൽക്കുന്ന, ഞാൻ ജനപ്രതിനിധിയായിട്ടും ഒരു പവർഫുള്ളായിട്ടുള്ള ലീഡറായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്ന മനുഷ്യരുടെ അന്തസ്സിനെ മാനിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. ഈ കാലത്താണെങ്കിൽ ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയമൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അതിനകത്ത് അവരുടെ അത്തരം അന്തസ്സിനെ ഹനിക്കുന്ന എന്തെങ്കിലും തരത്തിലൊരു പരാമർശമോ മറ്റോ ഉണ്ടാവുക എന്നത് വളരെ 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 വലിയൊരു ഗുരുതരമായ പിശകായിട്ടാണ് ലോകം മുഴുവൻ ഈ രാഷ്ട്രീയ സർക്കിളുകളിൽ, പൊതുപ്രവർത്തന സർക്കിളുകളിൽ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അത് തുടരെ ചെയ്യുക. ഈ